ഇത്രയും നല്ല ആംബിയൻസിലൊക്കെ വന്നിട്ട് പടപടയെന്ന് തീർത്ത് പോകണ്ട. ഡാർലി ഹണിമൂൺ മൂഡ് ആയോ എന്ന് എനിക്ക് സംശയമില്ലാതില്ല. എന്തേലും ആട്ടെ നോക്കാം. അപ്പം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് ഒരു സർപ്രൈസോട് കൂടിയാണ്. അപ്പം ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്ന് കടന്നു സെറ്റിലായി. ഇന്നലത്തെ ഡ്രാമയൊന്നും പറയണ്ടായിരുന്നു. ഞങ്ങൾ എന്തുകൊണ്ട് നിർത്തിയില്ല എന്നൊക്കെ ഞാനൊരു നിർത്താതെ പോന്നു എന്നുള്ളതിനൊരു കാരണം ഇതാണ്. ഞങ്ങളിവിടെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ഞങ്ങൾ റഷ് ചെയ്ത് വന്നത്. എന്നാണെങ്കിലും മംഗളകരമായിട്ട് എത്താൻ പറ്റി, അടിപൊളി ആംബിയൻസിൽ എത്താൻ പറ്റി. ഇവിടുത്തെ വിഷ്വൽസൊക്കെ ഞങ്ങൾ കാണിക്കാം, ഞങ്ങൾ നിൽക്കുന്ന സ്ഥലമൊക്കെ ഞങ്ങൾ കാണിക്കാം. അതിന് മുമ്പ് ആദ്യത്തെ സർപ്രൈസ് നമുക്ക് പൊളിക്കാം. ആദ്യത്തെ സർപ്രൈസ് ഞങ്ങളുടെ സിയാന്റെ ബർത്ത്ഡേ ആണ്. ഈ ട്രിപ്പിലെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു അവന്റെ ബർത്ത്ഡേ ആഘോഷിക്കുക എന്നുള്ളത്. അപ്പം ഹീസ് ടേണിംഗ് 7. ഞങ്ങൾ സംഹാവ് മാനേജ് ടു അറേഞ്ച് എ കേക്ക് ഇവിടെ എത്തിയപ്പോഴേക്കും കേക്കിന്റെ ഷേപ്പിലൊക്കെ ചില മാറ്റങ്ങളൊക്കെ വന്നു. എന്നാലും ഞങ്ങൾക്ക് കേട്ട്. അപ്പം എല്ലാവർക്കും ബിയോണ്ട് ദ ബോർഡറിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കും സിയാന്റെ കേക്ക് കട്ടിങ്ങിലേക്കും സ്വാഗതം. ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ള യാത്രയിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വെൽക്കം ടു ബിയോണ്ട് ബോർഡേഴ്സ്. ഓക്കെ സിയാനെ, ഹാപ്പി ബർത്ത്ഡേ ടു യു ഫ്രം അപ്പ. ഹൗ ഓൾഡ് ആർ യു നൗ? You're turning 7. Big boy, eh? Big boy. And you like this place? Eh? Nice place. We choose a nice place to celebrate your birthday, na? Okay. ഞങ്ങൾ ഈ 2 ദിവസങ്ങളിൽ ഇപ്പോൾ ഉള്ളത് അണ്ടർബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഇതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഇവന്റെ ബർത്ത്ഡേ പ്രമാണിച്ചാണ് ഇങ്ങനത്തെ ക്യാമ്പ്. വണ്ടി നമ്മുടെ കപ്പിത്താൻ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ കട്ട് ചെയ്യാൻ പോവാ കേട്ടോ. സിയാനെ, are you ready? Okay, let's sing the song. Okay. Happy birthday to you. Happy birthday to you. Happy birthday to your Sian. Happy birthday to you. Hip hip hooray! Hip hip hooray! Make wish. Ah, well done, well done. 7 years old, big boy, big boy. All the way down. There we go, another clap. Okay. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday, happy birthday, happy birthday to you. Yeah, she arranged everything. And what is the theme? Now you talk about the theme and everything. Why you like this thing? What is it? What is that? Lanky bugs. I lanky bugs. എനിക്കറിയില്ല എന്നാ lanky bug. Yeah? It's a YouTuber. It's a YouTuber. Yo, What did that YouTuber do? Plushies. This is a plushie. This is a plushie. Yo. It's a teddy that they sold. Okay. Okay, Teddy. It's a gaming channel for Sian. ഗെയിമിംഗ് ചാനല് I said it. Minecraft. അപ്പയുടെ ചാനൽ പോലെ അവൻ കാണാറില്ല. അതാണ് അവൻ ആള് അല്ലേ. അവന് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ ഇതൊക്കെയാണ്. കേക്ക്, നൈസ് കേക്ക്. അപ്പം ഞങ്ങൾ താമസിച്ച അക്കോമഡേഷൻ്റെ പുറംഭാഗം ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു ഇത് യൂറോപ്പിനെ അനുസ്മരിപ്പിക്കുന്ന ഡാർക്കൻസ്ബർഗിൻ്റെ തുടക്കം മാത്രമാണ്. ഇനി ഒത്തിരി ഉണ്ട് കാണാൻ വേണ്ടി. നമ്മൾ ഇന്നലെ രാത്രി ഒരു തരത്തിലല്ല ഇവിടെ എത്തിപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് പകൽ ഇന്നലെ രാത്രി ഒന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്ത കോട്ടേജ് ഇതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ആംബിയൻസ് കണ്ടോ, എന്താ പറയുക, ശരിക്കും സ്വിറ്റ്സർലാൻഡിനെ ഓർമ്മിപ്പിക്കുന്ന അല്ലേ യൂറോപ്പിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു ആംബിയൻസ് ആണ്. അങ്ങോട്ട് നോക്കുവാണെങ്കിലും അവിടെയും മൗണ്ടൻ റേഞ്ച് ഇങ്ങനെ. അപ്പോൾ നമ്മുടെ വണ്ടി ഞാൻ ഇതിനോട് ചേർത്ത് കൊണ്ട് ഇറക്കിയിട്ടു നമുക്ക് എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി. അപ്പോൾ നമ്മളിങ്ങനെ വന്ന് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ പിള്ളേർക്കൊക്കെ കളിക്കാൻ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അത് ഹൈക്കിംഗ് ട്രയൽസ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നല്ല മൗണ്ടൻസൊക്കെ ഒഴുകുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വന്ന് ഇതിലേ നമുക്കിവിടെ ഇരുന്ന ഒരു ബ്രൈ ഏരിയയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അവർ സെറ്റ് ചെയ്തേക്കണേ. നമുക്ക് നമ്മുടെ മുമ്പിലത്തെ ആംഗിൾ വന്ന് നോക്കുവാണെങ്കിൽ, വീടിൻ്റെ മുമ്പിലോട്ട് വന്ന് നോക്കുവാണെങ്കിൽ കാണുന്നത് ഇതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വിൻ്റർ പ്ലേസ് ആണ്. ശരിക്കും ഇവിടെ മൈനസ് നിൽക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇവിടുത്തെ സമ്മർ, ഞങ്ങൾ സൗത്ത് ആഫ്രിക്കയിലെ സമ്മർ ആയതുകൊണ്ടാണ്
ഇവിടെ നമുക്ക് ഇത്രയും രാവിലെ ഒരു ജാക്കറ്റിലൊക്കെ നിൽക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ മൈനസ് പോകുന്ന. അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഞാൻ ഉള്ളിൽ വെച്ച് കാണിക്കാം. വീടിൻ്റെ ഉള്ളിൽ ഞാൻ കാനഡയിലോ അല്ലെങ്കിൽ നല്ല ഫിൻലാൻഡിലോ അല്ലെങ്കിൽ നോർവേയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു സംഭവം ഇവിടെ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, സൗത്ത് ആഫ്രിക്കയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് തോന്നിയൊരു സംഭവമുണ്ട്. അത് ഞാൻ ഉള്ളിൽ ചെല്ലുമ്പോൾ കാണിക്കാം. എന്നതാണെങ്കിലും എന്താ ആംബിയൻസ്. ഇങ്ങനത്തെ കുറച്ചധികം കോട്ടേജുകളുണ്ട്, അതിൻ്റെ അപ്പുറത്തും ഇതുപോലെ സിമിലറായ കോട്ടേജുകളുണ്ട്. വളരെ ക്വയറ്റാണ്. അപ്പോൾ ആംബിയൻസ് മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ നല്ല നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങ് ദൂരെ നോക്കുവാണെങ്കിൽ നല്ല ഗ്രീൻ മലനിരകൾ എല്ലാം ചുറ്റോട് ചുറ്റും നല്ല മലനിരകൾ. അപ്പോൾ നമ്മുടെ കോട്ടേജ് ഇതാണ് നിൽക്കുന്നത്. ഈ നിൽക്കുന്ന പുറകെ കാണുന്നതാണ് നമ്മുടെ കോട്ടേജ്. ഇതിലിങ്ങനെ നടന്ന് നമുക്ക് അങ്ങോട്ട് ഇനി അഥവാ നമ്മൾ പുറകോട്ട് വശത്തേക്ക് പോവുകയാണെങ്കിൽ, നമ്മുടെ വീടിൻ്റെ ഇങ്ങേ സൈഡിലേക്ക് പോവുകയാണെങ്കിലും ഇതുണ്ടോ ആംബിയൻസ് വേറെ ഒന്നുമല്ല, അടിപൊളി ആംബിയൻസാണ്. എന്താ ആംബിയൻസ് നോക്കിയേ. നമുക്കും ഉണ്ടല്ലേ, നമ്മുടെ കാശ്മീരിനെ നമുക്ക് കമ്പയർ ചെയ്യാം. സാദൃശ്യമൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. കാശ്മീരിൽ ഇങ്ങനെ ഓപ്പൺ നല്ല മലനിരകളും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളും പുൽമേടുകളും ഒക്കെയുണ്ട്. അപ്പം ഇത് വിൻ്ററിലാണെങ്കിൽ ഇവിടെ എല്ലാം മഞ്ഞുമൂടി, ഈ മലകളെല്ലാം മഞ്ഞുമൂടി കിടക്കുന്ന ഒരു സിനാരി ആയിരിക്കും. ഇതാണ് വേറൊരു കോട്ടേജ്. നമ്മൾ നിന്നത് അപ്പുറത്തെ ആ കോട്ടേജിലാണ്. അപ്പം ഇന്നലെ രാത്രി ഞങ്ങൾ വന്നിറങ്ങിക്കഴിഞ്ഞപ്പോൾ വഴി പോലും അറിയത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരെ വണ്ടി കൊണ്ടുപോയി നേരെ അങ്ങോട്ട് ഇറക്കാൻ നോക്കി. അങ്ങനെ ഞാൻ അവിടെ വണ്ടി നല്ല ഇവിടെ മഴയാണ് ഈ സമയങ്ങളിൽ. അപ്പം മഴ ഇച്ചിരി കുതിർന്ന് കിടക്കുമായിരുന്നു. അപ്പം ഞാൻ വണ്ടി ഇവിടുത്തെ ലോൺ ഇത്ര മെസ്സാക്കി, അല്ലേ ഫോട്ടോയിൽ കുറച്ചും കൂടി അടിപൊളിയായിട്ട് വന്നേനെ. നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. വണ്ടി ഇവനെ എനിക്ക് ഭയങ്കര ഹൈലക്സുമായിട്ടുള്ള എൻ്റെ സ്നേഹം അപാരമായിട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്നലെ ആ രാത്രി ഞങ്ങൾ അവിടെ പെട്ടുപോയായിരുന്നെങ്കിൽ തീർന്നു. ഞാൻ ആലോചിക്കുക, ടെൻറ്റ് അവിടെ അടിച്ച് കിടക്കാമല്ലാന്ന് ഓർത്തില്ല. പക്ഷെ ടെൻറ്റ് അടിക്കണമെങ്കിൽ പോലും കാല് നിലത്തോട്ട് ഊക്കത്തിനെ മുട്ടോളൂ. വണ്ടിയുടെ അടി വരെ വെള്ളം കയറുന്നുണ്ട്. നമ്മുടെ ഫുട്ബോളിലൊക്കെ ഉണ്ടോ ചെളി, നിലത്ത് ആ ചെളിക്കകത്ത് അവിടെ. അപ്പോൾ നമ്മൾ എങ്ങനെ ഇവിടെ വണ്ടി ഇങ്ങനെ ഇറക്കി ഇവിടെ തന്നെ ഇട്ടേക്കുവാണേ. അപ്പം ഞങ്ങളിത് സമ്മർ തന്നെ ചൂസ് ചെയ്തത് നല്ല ഒരു ഡിസിഷനായിട്ട് എനിക്ക് തോന്നുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, യൂറോപ്പിലാണെങ്കിലും നമ്മൾ പറയും ഓഗസ്റ്റ് സെപ്റ്റംബർ, ജൂലൈ അവസാനം ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ പോയാലേ ഈ നമ്മൾ ആ യൂറോപ്പിൻ്റെ ഷാരൂഖ് ഖാൻ്റെ സിനിമയിലൊക്കെ കണ്ടേക്കുന്ന ആ ബ്യൂട്ടി കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ മഞ്ഞ് മൂടി കിടക്കും. സെയിം പ്രോബ്ലം ഇവിടെ ഉണ്ടാവും. ഇവിടെ നല്ല മഞ്ഞുള്ള സമയത്താണെങ്കിൽ ഇതൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്ന മൗണ്ടൻസ് മാത്രമാണ്, ഈ ഗ്രീനിഷ് കിട്ടിയല്ല. ഇവിടെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ടാണ് ഇത്രയും നല്ല ഗ്രീനറായിട്ട് നിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ എന്താ അല്ലേ, നമ്മുടെ നാട്ടിൽ സമ്മർ ആണെങ്കിൽ എല്ലാം കരിഞ്ഞുണങ്ങി കിടക്കും. ഓരോരോ നാടിൻ്റെ ഓരോരോ വ്യത്യസ്തമായ കാലാവസ്ഥയും അതിൻ്റെ പ്രകൃതിയൊക്കെ പോകാൻ തോന്നുന്നില്ല. പക്ഷേ ഇത് ഞങ്ങൾ സദേൺ ഡാക്കൻസ്ബർഗാണ്. ഇനി മിഡ്ബർഗ് ഉണ്ട്. മിഡ്ബർഗ് എന്ന് പറയുമ്പോൾ ഇത് സെൻട്രൽ അല്ലെങ്കിൽ സെൻട്രൽ ബർഗ് എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അങ്ങോട്ടൊക്കെ യാത്ര പോവാണ്. അപ്പോൾ അതിനു മുമ്പ് വീട് ഒന്നും കൂടെ നിങ്ങളൊന്ന് കാണിച്ചേച്ച് പോകാമെന്ന് വെച്ചു. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ ഏതോ സ്പ്രിംഗ് ബോക്കോ ഏതോ ഒന്നിൻ്റെ സ്കിന്നാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് മെസ്സാക്കി കേട്ടോ വീട്. അപ്പോൾ വീടിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ കാണുന്നത് സെൻറ്ററിൽ തന്നെ ഇതാണ് ഹീറ്റിംഗ് ഇത് ഫയർ പോയിന്റ് ഇതിനെ പറഞ്ഞ ഫയർ പോയിന്റ് എന്നാ സഞ്ച പറഞ്ഞ ഫയർ പ്ലേസ് ആണ് കാണുന്നത്. അത് ഓൾ ദ വേ മുകളിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ വുഡ് ഇട്ടിട്ട് ഫയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഇത് മൈനസ് വരെ പോകുന്ന സ്ഥലമാണ്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഹലോ ഡാർലി, ഇതാ കിച്ചൺ അല്ലേ? ഇതൊരു കിച്ചൺ അല്ലേ? ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത് നമുക്ക് അത്യാവശ്യം വേണ്ട മൈക്രോവേവ് അവന് എല്ലാവരും ഉണ്ട്. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ വായിച്ച ഒരു ഇൻട്രസ്റ്റിംഗ് ആയി, ഫോർ യുവർ ഇൻഫർമേഷൻ ഡ്യൂറിങ് വിൻ്റർ ദ വാട്ടർ to and from the building can be freeze as a result of sub-zero temperatures. ഓക്കെ, അപ്പോൾ ഞാൻ മൊത്തം ഡീറ്റെയിൽസ് പോകുന്നില്ല. അപ്പം നിങ്ങൾക്കറിയാം ഞാനിത് പിന്നെ കാനഡക്കാരും അല്ലെങ്കിൽ യൂറോപ്പിലെ നല്ല തണുപ്പുള്ള പ്രദേശത്തുള്ളവരൊക്കെ ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതായത് കിടക്കുന്നതിന് മുമ്പ് വൈകുന്നേരം ഓരോ ഡ്രോപ്പ് ഓണാക്കി വെക്കും. അതായത് ടാപ്പ് ഇത്ര ഒരു ജസ്റ്റ് ഒരു ഡ്രോപ്പ് ഓണാക്കി വെക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ രാവിലെ കേൾക്കുമ്പോഴേക്കും പൈപ്പെല്ലാം ഫ്രീസായി പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെയൊരു സംഭവം ഈ സൗത്ത് ആഫ്രിക്കയിൽ ഉള്ളതായിട്ട് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പം ഇവിടെ അത് തന്നെ ചെയ്യണം. പക്ഷേ ഇപ്പം ഇവിടുത്തെ സമ്മർ ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം ഞങ്ങൾ ഫേസ് ചെയ്യുന്നില്ല. പക്ഷേ ഇവിടുത്തെ കിച്ചണിൽ നിന്നുള്ള വ്യൂ ഒന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കി. കിച്ചണിൽ നിന്നുള്ള ഫോട്ടോ ഫ്രെയിമിലുള്ള സംഭവമല്ലേ വെച്ചേക്കുന്നത്, കിച്ചണിൽ നിന്നുള്ള വ്യൂ ഇത്. അപ്പം ഇങ്ങനെ വന്ന് ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. പിള്ളേർ കേക്കൊക്കെ അടിപൊളിയായിട്ട് പുറത്താണ് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത്. ഇനി അതിൻ്റെ ടേസ്റ്റ് നോട്ടമാണ്. എല്ലാ ക്യാരക്ടറിനെയൊക്കെ ഫിനിഷ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലടാ ചേച്ചിയായിട്ട് ഏതൊക്കെയാണ് നീ ഷെയർ ചെയ്യുന്നത്?
നെയിം ഈസ് നോട്ട് ദെയർ. ആദ്യം നെയ്മേലാണോ തുടങ്ങിയത്? ഓക്കെ, അപ്പം അങ്ങനെ ഫയർ പ്ലേസ് കാണിച്ചു. ഇവിടെയും ഏതോ ആനിമലിൻ്റെ സ്കിന്നൊക്കെ ഇട്ടിട്ടുണ്ട്. ഇന്നലെ ഇതൊന്നും കാണിക്കാൻ പറ്റിയില്ല. അപ്പം മുകളിലോട്ട് കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ കണ്ടോ, ഇവിടെ നല്ലൊരു ഡോമട്രി ഏരിയ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് താഴെ തന്നെ ധാരാളമായിരുന്നു. ഇവിടെ ഒന്ന് സാധിച്ചാൽ നിങ്ങൾ മെസ്സാക്കിയല്ലേ ഈ ബെഡൊക്കെ, എന്തിനാണ് നിങ്ങൾ ഉപയോഗിച്ചത്? ഓക്കെ, ഇതുണ്ട് ഇവിടെ നല്ലൊരു കൗച്ച് അങ്ങനെയുണ്ട്. അതിനുശേഷം ഇതുണ്ടോ, ഇവിടെ 4 ബെഡുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എത്ര പേർക്ക് സാധിച്ചാൽ 10 പീപ്പിൾ, അത്രയും പേർക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട്. ഇതാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഈ ഒരു സ്ട്രോ പോലത്തെ സാധനം കൊണ്ടാണ് ഈ മെയിൻ എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇത്. നമ്മുടെ കച്ചി പോലെ ഇരിക്കും, പക്ഷേ അതിനേക്കാളും സ്ട്രോങ് ആട്ടോ, നല്ല ഇച്ചിരി കനമുള്ള സാധനമാണ്. ഇത് വെച്ചാണ് ഇതിൻ്റെ റൂഫ് ചെയ്തിരുന്നത്. ഹട്ടിൻ്റെ ഇവിടുത്തെ ഓൾഡ് ടെക്നിക്കാണ്. നീ ഊരിയെടുത്തോ, നിന്നെ ഓടിക്കൂടാ ഇവിടുത്തെ ആൾക്കാർ കാണിച്ച്. അപ്പോൾ ഇങ്ങനെ വന്ന് ഇവിടെ നിന്നൊക്കെ നോക്കി, ഇവിടുത്തെ ഒരു ചെറിയ മൊട്ടുപ്പാവുകളുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് പുറത്തോട്ട് നോക്കുമ്പോൾ കാണുന്ന വ്യൂ കണ്ടോ, എന്താ രസമായിട്ടായിരിക്കും. കൺട്രി സൈഡ് ലുക്കിങ് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടുന്ന് എല്ലാ സൈഡിലേക്കും അവിടെയുണ്ട്, ഇവിടെയുണ്ട്, അപ്പോൾ മുകളിൽ. പിന്നെ ഇതുകൊണ്ട് ഇവിടുന്ന് നേരെ നോക്കി നമുക്ക് ഇവിടെ കിച്ചണിൽ എന്താ സംഭവിക്കുന്നത് എന്നല്ല. പക്ഷേ ഇതൊരു ന്യൂ ബിൽഡിംഗ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നുവെച്ചാൽ പഴയ ഒരു സ്റ്റൈലും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അതുപോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിള്ളേർ എവിടെ കിടന്നില്ലെങ്കിലും പിള്ളേരിവിടെ കളി ചവിട്ട് പൊളിയായിരുന്നു. എന്നാണെങ്കിലും അടിപൊളി ഒരു ആംബിയൻസ് അല്ലേ സിയാനെ, നല്ല രസമുള്ള സ്ഥലം അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് മുകളിലത്തെ കാര്യങ്ങൾ. ലൈറ്റ് ഓഫ് ആക്കിയോ. പിന്നെ ഇവിടെ നല്ലൊരു ലോഞ്ച് ഏരിയ, പിന്നെ ഇതൊരു ബെഡ്റൂം. അപ്പോൾ 2 പേർക്ക് ഇവിടെ കിടക്കാൻ പറ്റും. പിന്നെ നേരെ ഓപ്പോസിറ്റ് വരുമ്പോൾ ഷവർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റും ടബ്. ഇതൊക്കെ നമ്മൾ ഇന്നലെ വന്ന് ഇച്ചിരി മെസ്സാക്കിയതാണ്. ഫ്രണ്ട് എന്നല്ല ബാക്കിൽ നിന്നല്ല, 2 വശത്തേക്കും നമ്മൾ നോക്കിയാൽ മൗണ്ടൻ വ്യൂ ആണ്. ഇത് ഇങ്ങോട്ട് നോക്കിയാൽ ഇതാണ് അവസ്ഥ. ഇത് ഇനി നേരെ ഓപ്പോസിറ്റ് ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ നേരെ കുറച്ചും കൂടെ ഡാർക്കൻസ്ബർഗ് മൗണ്ടന്റെ ഇത് കാണും. ഡാലി ഹാപ്പി അല്ലേ? പിന്നെ നല്ല സ്ഥലമല്ലേ, നല്ല സ്ഥലം അല്ലേ. കേക്കൊക്കെ പിള്ളേർ ഷെയറിങ്ങും പരിപാടിയൊക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ ഇതങ്ങ് തുറക്കുമ്പോൾ ഇതിൻ്റെ എന്താ കാണുന്നതെന്ന് നോക്കിയോ. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് കാണുന്നത്. ഇന്നലെ ഞങ്ങൾക്ക് രാത്രിയിൽ ഒരു ക്ലൂ ഇല്ലായിരുന്നു. ഇതങ്ങ് തുറന്ന് നമ്മൾ കാണുന്ന നോക്കിയോ, എന്താ വ്യൂ നോക്കിയോ, പുറത്തോട്ടുള്ള വ്യൂ നോക്കിയോ. സൂപ്പർ ആംബിയൻസ് അല്ലേ. ലുക്ക് ദെയർ അല്ലേ, അതെന്നെടാ. ഓക്കെ, അപ്പോൾ അപ്പുറത്ത് നല്ല മൗണ്ടൻ റേഞ്ച്, ഓപ്പൺ ആയിട്ടുള്ള ഗ്രീൻ ആയിട്ടുള്ള മൗണ്ടൻ റേഞ്ച് ഒക്കെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ബ്രൈ ഏരിയ അല്ലേടാ, ഫയർ പ്ലേസാ. ഓക്കെ. അപ്പോൾ ഇവിടെ ഫയർ പ്ലേസ് ഉണ്ട്. അപ്പോൾ വാലി ലേക്കിലാണുള്ളത്. അപ്പോൾ പിള്ളേർക്ക് ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. അവിടെ കുറേ സംഭവങ്ങളുണ്ട് എല്ലായിടത്തും. എന്നടാ സിയാന നീ പറഞ്ഞത്? All the places Akshay goes to has a danger warning, enter at onerous thingy. ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ്സ് അൺ അഡ്വഞ്ചറസ് ആഫ്രിക്കൻ ഓവർലാൻഡിങ് ട്രിപ്പാണ്. അപ്പോൾ എല്ലായിടത്തും നിങ്ങളുടെ ലൈഫോ നിങ്ങൾ സേഫാടാ, ഒന്നും പേടിക്കണ്ട. അച്ഛൻ അമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ സേഫ് അല്ലേ. അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ. സിയാനെ എങ്ങനെയുണ്ടായിരുന്നു നിന്റെ ബർത്ത്ഡേ ലൊക്കേഷൻ എങ്ങനെയുണ്ട് അത് പറ, അതിനെക്കുറിച്ച് പറ. ഗുഡ്, ഇങ്ങോട്ട് നോക്കി. ഗുഡ്, നിനക്ക് ഇഷ്ടപ്പെട്ടോ? എന്താ എനിക്ക് ഇഷ്ടപ്പെട്ടു? ഇവിടുത്തെ ഗ്രീനറി ആണോ അതോ ഈ ബിൽഡിംഗ് ആണോ? ബിൽഡിംഗ് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലേ. ബിൽഡിംഗ് അതിനകത്ത് കുറേ കയറി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ എന്നായിരുന്നടാ? ഓക്കെ, ഞങ്ങൾ കുറേ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു കേട്ടോ. എന്താ വെച്ചാൽ അവനെ എങ്ങനെ ഫോട്ടോയ്ക്ക് ഇട്ടില്ല. പൊതുവെ നിങ്ങൾ വീഡിയോ വ്ളോഗ് ചെയ്യുന്ന ശ്രദ്ധിച്ചാൽ കണ്ടാൽ അവൻ്റെ മുഖം ഒരെണ്ണം നേരെ നിൽക്കുന്ന കൂട്ടത്തില്ല. പക്ഷേ ഇന്ന് എന്തോ നല്ല മൂഡായിരുന്നു. പിന്നെ അവൻ്റെ എപ്പോഴുള്ള എക്സ്ക്യൂസ് എന്നാണെന്നറിയോ, കണ്ണ് ഭയങ്കര ടൂ മച്ച് സണ്ണെന്നായിരുന്നു. പക്ഷേ ഇന്ന് ഇവിടെ സണ്ണൊന്നുമില്ല, ടൂ മച്ച് സണ്ണൊന്നുമില്ല, നല്ല ക്ലിയർ സ്കൈ ആണ്. കുറച്ചും കൂടെ സണ്ണ് വരാനുണ്ട്. അപ്പോൾ അത് അവനൊരു എക്സ്ക്യൂസായിട്ട് പറയാനില്ല. അപ്പം അത് ഞാൻ പെട്ടെന്നൊന്ന് കാണിക്കാം നിങ്ങളെ. അത് കൂടാതെ ഇതുണ്ടോ ആംബിയൻസ് ഇതാണ്. അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ചെറുതായിട്ട് കഴിഞ്ഞു. ഇനി അധികം സത്യം പറഞ്ഞാൽ ഇതാണ് കുഴപ്പം. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എല്ലാവരും വന്ന് പിന്നെ 2-3 ദിവസം നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെ നിൽക്കാനുള്ള സെറ്റപ്പില്ലെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ഇനിയും അഡ്വഞ്ചറസ് ആയ പല കാര്യങ്ങളും വെയിറ്റ് ചെയ്യണം. ഇനി ഏറ്റവും മോസ്റ്റ് സീനിക്കായിട്ടുള്ള സാനി പാസ് ചെയ്യണം. ഈ ഡാർക്കൻസൺബർഗ് മൗണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോങ് സ്ട്രെച്ചാണ്. നമ്മൾ വിചാരിക്കും ഇതിപ്പോൾ ഞങ്ങൾ ഒരു സ്റ്റേ മാത്രമാണ് ഞാൻ ഇവിടെ പോകാമെന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് എൻ്റെ ഡോക്ടേഴ്സൊക്കെ എത്ര പ്രോപ്പർട്ടിയാണ് സജസ്റ്റ് ചെയ്തതെന്നറിയാവോ. എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എല്ലാവരും പറയും നീ അവിടെ പോകാതെ പോകരുത്, പിന്നെ കത്തീഡ്രൽ പീക്ക് ഹോട്ടലിൽ പോകാതെ പോകരുത്, അല്ലെങ്കിൽ പിന്നെ ക്യാമ്പ് പിന്നെ
അവിടുത്തെ ക്യാമ്പ് സൈറ്റിൽ പോകണം, നീ ക്യാമ്പ് സൈറ്റിൽ പോയി നിൽക്കടാ, എന്തിനാ പൈസ പിന്നെ കൂടുതൽ എക്സ്ട്രാ പക്ഷേ പൈസ കൊടുത്തിട്ട് ഇങ്ങനെ ഇത് റിസോർട്ടുകൾ അല്ലെങ്കിൽ ശാല ബുക്ക് ചെയ്യണ്ടല്ലോ, ക്യാമ്പ് സൈറ്റ് മാത്രം മതി, നിനക്ക് സൂപ്പർ വ്യൂ ആയിരിക്കും, നീ രാവിലെ ടെൻറ്റ് ഓപ്പൺ ആക്കി നോക്കുമ്പോൾ ഇതുപോലത്തെ വ്യൂ ആയിരിക്കും എന്നൊക്കെ അവർ പറയുന്നത്. പക്ഷേ ഞാൻ പിന്നെ ഇന്ന് എന്തുകൊണ്ടാണ് ഇതെടുത്തതെന്ന് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, പറഞ്ഞു ഞങ്ങൾക്ക് ഈ മെസ്സിയാൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അപ്പോൾ അവന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ ടെൻറ്റ് സെറ്റ് ചെയ്യുന്നതും അങ്ങനത്തെ ഉള്ള ഹറിവറിയൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ എടുത്തത്. അതെ അതെ അതെ, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. ഈ ഹോളിഡേ ട്രിപ്പിനിടയിൽ തന്നെ അവൻ്റെ ബർത്ത്ഡേ വന്നു. അപ്പോൾ അതുകൊണ്ട് അവനും എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഞങ്ങൾ കുറേ അവന് എപ്പോഴും എന്നാ ഈ ട്രിപ്പിനിടയിൽ അവന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുമോ, കേക്ക് കിട്ടുമോ എന്നൊക്കെയായിരുന്നു അവൻ്റെ അങ്ങനെ. പക്ഷെ ഞങ്ങൾ പറഞ്ഞു എവറി ഡേ നിനക്ക് ഓരോ പുതിയ പുതിയ ഗിഫ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ്. എനിവേ നൈസ് ടൈം. അവർക്ക് എനിക്ക് തോന്നുന്ന പിള്ളേർക്ക് ഏറ്റവും, അവനാണെങ്കിൽ ആനിമൽസ് ആണെങ്കിലും അല്ലേ എല്ലാം. യെസ്റ്റർഡേ എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ, എങ്ങനത്തെ സ്റ്റേ ആ ഇനി വേണ്ടതെന്ന് ഞാൻ ചോദിച്ചത്. ആനിമൽസ് അഗെയിൻ. സോ നമുക്ക് നോക്കട്ടെ. ഇസ്വാത്തിനിയിൽ നമ്മൾ ഇനിയുള്ള ബുക്കിങ്ങുകളൊന്നും ഞങ്ങൾ ബുക്ക് ചെയ്തില്ല. ഇതുവരെ ഞങ്ങളെല്ലാം തന്നെ ബുക്ക് ചെയ്തായിരുന്നു, വേറെ ഒന്നും കൊണ്ടല്ല. പിന്നെ ഞങ്ങൾക്ക് പിന്നെ ഇവൻ്റെ ബർത്ത്ഡേക്ക് നല്ലൊരു സ്റ്റേ വേണം നിർബന്ധം ഉണ്ടായിരുന്നു. ഇന്നും നാളെയും ഇച്ചിരി റിലാക്സ് ആയിരിക്കണം, അധികം പാടില്ല എന്ന്. ഇത്രയും ദിവസമൊക്കെ ഞങ്ങൾ ഒത്തിരി ട്രാവലിംഗ് ആയിരുന്നു. അപ്പോൾ അത് ഇന്നും നാളെ ഞങ്ങൾക്ക് കുറച്ച് റിലാക്സ് ആയിരിക്കണം എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 2 ദിവസത്തേക്ക് നല്ല സ്റ്റേ ആണ് പിന്നെ ടെൻ്റ് അല്ല, സ്റ്റേ ആണ് ബുക്ക് ചെയ്തേക്കുന്നത്. അവൻ്റെ കൂടെ കുറച്ച് കളിക്കാനും, രാവിലെ മൊത്തം ഇവർ ഓട്ടി നടന്ന് ഇതിലും മറിഞ്ഞ് എന്തായിരുന്നു പരിപാടി. അപ്പം ഇന്ന് നാളെ മാത്രം ഞങ്ങൾ ഇങ്ങനത്തെ ഒരു. അതിനുശേഷം സാൻസിയ നമുക്ക് സ്വാസിലാൻഡിൽ പോകുമ്പോൾ നമുക്ക് നാഷണൽ പാർക്കിൽ എവിടെ നിൽക്കാം, അവിടെ റൈനോസ് ഉണ്ട്. റൈനോസിനെ ഇപ്പോൾ ആദ്യം കിട്ടാറ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് സ്വാസിലാൻഡിൽ ചെല്ലുമ്പോൾ നല്ല വൈൽഡ് ആയിട്ടുള്ള സ്റ്റേയിൽ നിൽക്കാം. ഓക്കെ, ആനിമൽസ് പേടിക്കാൻ ആനിമൽ ഫ്രണ്ട്ലി അല്ല. ഓക്കെ, അപ്പം അതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുന്നവരെയൊക്കെ ആയിട്ട് നമുക്ക് ഈ എപ്പിസോഡിൽ കാണാം. അത് കഴിഞ്ഞിട്ട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള അടുത്ത എപ്പിസോഡ് വരാൻ കിടക്കുന്നു. അത് ഇനിയും ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങൾ സദേൺ ഡാക്കൺസ്ബർഗിലാണ്. ഇവിടുത്തെ എല്ലാ പ്ലേസും കഴിയുന്നത്രയും മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കാം. അതുകൂടാതെ ഇന്നത്തെ സ്റ്റേയും ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സെൻട്രൽ ഡാക്കൺസ്ബർഗ് ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ അവിടെയും പോകണം. എന്താണെങ്കിലും ഞങ്ങൾ എക്സൈറ്റഡ് ആണ്. പിള്ളേർ കുറച്ചും കൂടെ കളിച്ച് നടക്കട്ടെ. ഡാർലി പറയുന്നത് ഇത്രയും നല്ല ആംബിയൻസിലൊക്കെ വന്നിട്ട് പടപടേന്ന് തീർത്ത് പോകണ്ട. ഡാർലി ഹണിമൂൺ മൂഡ് ആയോ എന്ന് എനിക്ക് സംശയമില്ലാതില്ല. എന്തേലും ആട്ടെ നോക്കാം. What is the surprise? Not Mentos. Smarties. Okay, you made it part. All the characters are here. Oh, ഇവിടെ. Okay. സർപ്രൈസ് അല്ലേ? Surprise ആണ്ടാ? Yeah, very good. Sancha, anyway, thank you for your thank you for your creative അവന്റെ മനസ്സറിഞ്ഞ് ഓർഡർ ചെയ്തത്. എനിക്ക് ആരാ ക്യാരക്ടർ എന്ന് പോലും മനസ്സിലാ, തീം മനസ്സിലായില്ല. ഇതാരടാ? ഇതാ നീ വാച്ച് ചെയ്യുന്ന യൂട്യൂബറാ? അതെയോ? ഇതൊക്കെ എന്തുവാടെ, ചുമ്മാതല്ല, നമ്മളൊന്നും അറിയുന്ന കാര്യം പോലല്ല. അപ്പൊ അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഈ ട്രിപ്പിലെ ഒരു ഹൈലൈറ്റ് ആയിരുന്നല്ലേ ഇവന്റെ ബർത്ത്ഡേ അല്ലേ? അത് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റി. എടാ കുട്ടി കുറുമ്പാ, നീ ഹാപ്പിയാണോ? ഹാപ്പിയാണോ? ഇനി നമ്മള് അപ്പം നമുക്ക് അടുപ്പിച്ച് 2-3 ബർത്ത്ഡേ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അമ്മയുടെ ബർത്ത്ഡേ നമുക്ക് പൊളിക്കാൻ കേട്ടോ സാൻസിയ. ഓക്കെ, അപ്പം നമ്മുടെ വണ്ടിയിലെല്ലാം സാധനങ്ങളൊക്കെ കയറ്റി നമുക്ക് അടച്ച് പോകേണ്ട കേസ് മാത്രമേ ഉള്ളൂ കേട്ടോ. വിട്ടു പോകാൻ തോന്നുന്നില്ല. അങ്ങനെ നമ്മള് ലേക്ക് വ്യൂ അല്ലായിരുന്നോ? വാലി ലേക്സുമായിട്ട് ബൈ പറയേണ്ട സമയമായി. ഇന്നലെ ഈ രാത്രി ഞങ്ങൾ വന്ന വഴി ഇതാണ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയ സ്ഥലമായിരുന്നു. എന്നാണെങ്കിലും വാലി ലേക്കിനോട് ബൈ പറയുന്നു. ഫ്യൂവൽ ആണെങ്കിൽ ഇന്നലെ രാത്രിയിലത്തെ ടെൻഷൻ ഇതുവരെ തീർന്നിട്ടില്ല. ഇത് റിസർവിലാണ്. അടുത്ത് തന്നെ ഫ്യൂവൽ കണ്ടെത്തണം. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ എപ്പിസോഡ് വീണ്ടും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ എല്ലാവരോടും ഒരിക്കൽ കൂടി ബൈ പറയുന്നു. ബിയോണ്ട് ദ ബോർഡറിന്റെ ഹൃദ്യമായ നന്ദി പറയുന്നു. അടുത്ത അടിപൊളി ഒരു എപ്പിസോഡ് വെയിറ്റ് ചെയ്യുകയാണ്. പുതിയൊരു രാജ്യത്തേക്കുള്ള എപ്പിസോഡാണ്. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ. ഹാപ്പി ബർത്ത്ഡേ ബോയ്. ബൈ പറടാ. ബൈ.